നമസ്കാരം. 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 ചേട്ടാ, ഇപ്പോ ഈ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് താങ്കൾ എത്തിയിരിക്കുകയാണോ? എങ്ങനെ കാണുന്നു? ഇതൊരു വലിയ വിജയമാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടുത്തെ മുനമ്പം ജനതയുടെ പോരാട്ടം കഴിഞ്ഞ 500 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വിജയം എന്ന് പറയുന്നത് ഞാനോ മറ്റൊരാളോ വരുന്നതിന്റെ അല്ല, ഇവിടുത്തെ ജനതയുടെ ഐക്യമാണ് വിജയം. ഈ വിജയം നശിക്കാൻ എന്തെങ്കിലും രീതിയിലൊരു കാരണമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഐക്യമില്ലായ്മയായിരിക്കും കാരണം. ഒരു പക്ഷേ ഞാനിവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടത് 600ഓളം കുടുംബങ്ങൾക്ക് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇടപെട്ട് ഇവിടെ ചില ഭിന്നിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ മുനമ്പം ജനതയോടാണ് ആദ്യം പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് തൽക്കാലം രാഷ്ട്രീയക്കാർ ആരും പറയുന്നത് വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നവരെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടും. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയോ സ്വീകരിക്കുകയോ തള്ളിക്കളയോ ഒക്കെ ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നീതി ലഭിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പോരാട്ടമാണ്. അവിടെ നിങ്ങൾക്കിടയിലേക്ക് വരുന്നപ്പോൾ LDF, UDF ഇവരെന്താണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതേസമയം ഇപ്പൊ കേന്ദ്രം നിങ്ങൾ നോക്കൂ, ഞാൻ പറയുന്നത് ഇപ്പൊ കേന്ദ്രം നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ. അതിന് കാരണം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ചില വിഷയങ്ങൾ, അതായത് ഒരു കാലത്തും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കരുതിയ പല കാര്യങ്ങളിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. അത് നമ്മുടെ നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിലായാലും ജമ്മു കാശ്മീരിലെ കാര്യത്തിലായാലും നമ്മുടെ ഓരോ തവണയും സൈനികർക്ക് പ്രശ്നങ്ങൾ നേരിട്ട സമയത്തും രാജ്യത്ത് പ്രശ്നം നേരിട്ടപ്പോൾ തിരിച്ചടിച്ച കാര്യങ്ങളിലായാലും എല്ലാം തന്നെ, അതുപോലെ മുത്തലാഖ് വിഷയത്തിലായിക്കോട്ടെ, വഖഫ് നിയമം ഭേദഗതി വരുത്തുന്ന വിഷയത്തിലായിക്കോട്ടെ, ഇങ്ങനെ പല വിഷയങ്ങളിലും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കി കാണിച്ച ഒരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അതേസമയം എല്ലാ കാലത്തും വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്ത് ഇവിടുത്തെ ജനതയും കേരളത്തിലെ ജനതയും ഇന്ത്യയിലെ ജനതയും പറ്റിച്ച ഒരു സർക്കാരാണ് മറ്റു രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നതും കേട്ട് വിശ്വസിച്ച് ഇവിടെ നിന്ന് അതിന്റെ പേരിൽ മുനമ്പത്തെ ഒരു ഐക്യം ദയവ് ചെയ്ത് നിങ്ങൾ തകർക്കരുത്. ഈ ഒരു സമരത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു നീതി ലഭിക്കുന്നത് വരെയും, കാരണം ഈ നിയമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ഒരല്പം കോമൺ സെൻസിൽ ചിന്തിച്ചു നോക്കണം. നിലവിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പോലും അറിഞ്ഞും അറിയാതെയും അവർ പരസ്യമായിട്ട് അങ്ങ് പറയുകയാണ്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങൾ അധികാരത്തിലെത്തുന്നത് സമുദായത്തിന് വേണ്ടിയാണെന്നാണ് ലീഗ് പറയുന്നത്. ആ ലീഗാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റുക? ലീഗ് ഭരണത്തിൽ വരുന്നത് അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ വഖഫ് ബോർഡ്. അപ്പം വഖഫ് ബോർഡ് മൂലം നിങ്ങൾക്ക് നാശമുണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സ്വത്തിന് ഭീഷണി ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന കാരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ അവിടെ നിങ്ങൾ ആരെ വിശ്വസിക്കണം? ലീഗിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ വിശ്വസിക്കണോ? നിങ്ങളെ നാളിതുവരെ സംരക്ഷിക്കാത്ത ഇടതുപക്ഷത്തെ വിശ്വസിക്കണോ? അതോ നിങ്ങൾക്ക് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറഞ്ഞേക്കുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെയും BJPയെയും വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അതിന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനും, ഈ ഒരു സമരത്തെ നിസ്സാരവൽക്കരിച്ച് ആരെങ്കിലും വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപകടം ഏറ്റവും അതിഭീകരമായ അവസ്ഥയിൽ വന്ന് അടിക്കുമ്പോഴല്ല, നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഐക്യത്തെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിയിടാനാണ് ഇവർ നോക്കുന്നതെന്നും നിങ്ങളെ ഭിന്നിപ്പിച്ച് മാറ്റി നിർത്തി കാര്യം നേടിയെടുക്കാനാണ് ഇവർ നോക്കുന്നതെന്നും നിങ്ങൾ തിരിച്ചറിയണം. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഈ 500-ാം ദിവസം വരേണ്ടി വന്നത്. ബാക്കിയെല്ലാം നിയമപോരാട്ടമാണ്. നിയമപോരാട്ടം നിങ്ങൾ നടത്തണം, നിയമപോരാട്ടത്തിൽ ജയിക്കണം. അതിന് പുറത്ത് നാട്ടിൽ ഫിലിപ്പച്ചാനെ പോലുള്ള ആൾക്കാർ, അതുപോലെ മറ്റുള്ളവർ ധാരാളം പേർ ഈ വിഷയത്തിൽ നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുക. ഞാനും എന്നാൽ കഴിയാവുന്ന സഹായം മുന്നോട്ട്, ഞാനും ഇപ്പോൾ ഇത്രയും നാളും നമ്മൾ നിന്നൊരു മേഖലയിൽ നിന്ന് ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കുകയാണ്. 2020 NDAക്കൊപ്പമാണ്. 2020യുടെ ഒരു നിലപാട് ഈ മുനമ്പം വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, ഇത് നമ്മൾ ഒരു നാടിന്റെയും അവസ്ഥയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാത്രം കാണരുത്. ഈ പൊതുവേ നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നൊരു കുഴപ്പമാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു വിഷയം കൊണ്ടുവരും, അത് ഉയർത്തിക്കൊണ്ട്, അങ്ങനല്ല. എന്റെ കാഴ്ചപ്പാട് അതല്ല. എനിക്ക് തോന്നുന്നു 2020 ചെയർമാൻ സാബു ജേക്കബിന്റെ കാഴ്ചപ്പാടും അതല്ല. അദ്ദേഹവും എപ്പോഴും ജനതയുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ആരെയും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതാണോ? അല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയും, ചിലപ്പോൾ 2020 ജയിക്കും, ചിലപ്പോൾ BJP ജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ തോൽക്കും. ജയം തോൽവിയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. നീതിയാണ് പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരാൻ പോകുന്ന മെയ് മാസം നിങ്ങൾ നടത്തുന്ന സമരത്തിൽ ഞങ്ങൾക്ക് വരാൻ കഴിയണം, ഓരോരുത്തർക്കും വരാൻ കഴിയണം. ഏത് സമയത്താണോ നിങ്ങൾക്ക് പരിപൂർണമായ നീതി ലഭിക്കുന്നത്, മുനമ്പം ജനത ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ആ സമയം വരെയും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് അതെനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല മുനമ്പം ജനതയെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് മുൻകരുതി ആരെങ്കിലും ഒക്കെ വരികയോ, അതാ ഞാൻ ആദ്യം വന്നപ്പം പറഞ്ഞത്, എനിക്കൊരു കുറ്റബോധം തോന്നി, എനിക്ക് നേരത്തെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ലായിരുന്നു. ഞാനൊരു സ്വതന്ത്ര കാഴ്ചപ്പാട് മാത്രമുള്ള പല വിഷയങ്ങളിലും സംസാരിച്ചിട്ടുള്ള ഒരു മറ്റൊരു മേഖലയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ചേർന്നത്. ഇപ്പോഴാണ് നിങ്ങൾ പലരും ഞാനിവിടെ വരണമെന്ന് പറഞ്ഞത്. ഇനി എത്ര പ്രാവശ്യം നിങ്ങൾ വരണമെന്ന് പറയും, ഞാൻ വരാം. ഇപ്പൊ ഞാൻ വിളിക്കും, വരാം. ചേട്ടാ, ഇപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു സംഘടന കോൺഗ്രസ് എന്ന് പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുമായിട്ട് തോൾ ചേർന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്.
ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിലെ ആളുകളെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവരോട് ഏത് തരത്തിലുള്ളൊരു നീതി നിഷേധമാണ് കാണിക്കുന്നത്? അല്ല, പലരും എന്നോട് ചോദിച്ചു എന്താണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ രാഷ്ട്രീയം 2020 ചേർന്നതെന്ന്. ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഇതാണ്. ഞാൻ ഇതിനു മുൻപ് തന്നെ മതരാഷ്ട്രവാദം ഉന്നയിക്കുക, അല്ലെങ്കിൽ SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ ചില നയങ്ങളെ എതിർക്കുക, മീഡിയ വൺ പോലുള്ള ചാനലുകളിലൂടെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക, ഇതൊക്കെ ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഘട്ടങ്ങളിലും ഞാൻ തുറന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമീപനങ്ങൾ കാരണം എനിക്കൊരിക്കലും കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല എന്നത് സ്വയം തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. നേതാക്കന്മാർക്ക് അതെൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരുടെ നിശബ്ദതയിൽ നിന്ന് ഈ ചിന്തയും വെച്ച് പുലർത്തി ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ, പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ലീഗിന്റെ ഇത്തരം നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ഈ നാട്ടിൽ മതേതരത്വം പുലരണമെങ്കിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തള്ളിപ്പറയുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമാണ് മതേതരത്വം എന്ന് പറയുന്ന ഒരു ഉരമരുന്ന് ഇവരിങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടേക്കുകയാണ്. അപ്പൊ ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യാതെ കോൺഗ്രസിന് സർവൈവൽ ഇല്ല. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും നമ്മളത് കണ്ടതാണ്. അപ്പൊ അതൊരു വലിയ അപകടമാണ്. തള്ളിപ്പറയുമ്പോൾ എല്ലാവരെയും തള്ളിപ്പറയണം. ഒരു NSSനെയും SNDPയെയും അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തെയും തള്ളിപ്പറഞ്ഞിട്ട് സംഘടിതമായ ഒരു ന്യൂനപക്ഷം ഞങ്ങൾക്കൊപ്പമുണ്ട്, അവർ വിചാരിച്ചാൽ ഞങ്ങൾക്ക് അധികാരം കിട്ടും, അത് ഒരു വലിയ അപകടമാണ്. ഈ രാജ്യത്ത് അതൊരു നല്ല പോക്കല്ല. ഇപ്പം ഹിന്ദുവിനെ നമ്മളിത് പറയുന്ന സമയത്ത് ഹിന്ദു എല്ലാവരും സ്വീകരിച്ചവരാണ്. ഹിന്ദു ഈ ലോകത്തുള്ള എല്ലാ മതക്കാരെയും ഇവിടെ സ്വീകരിച്ചു. ഇന്നും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു നടക്കുക. ഒരു രസകരമായ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞിട്ട്, ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ഇപ്പം ഇന്നലെ റിലീസായി. കേരളത്തിലെങ്ങ് കാണാനൊരു മനുഷ്യനുമില്ല. കേരളത്തിൽ ഇത് കാണാൻ ആരുമില്ല എന്നത് ആരുടെ മിടുക്കാണ്? എതിർത്തവരുടെ മിടുക്കാണോ? അല്ലല്ലോ. ഇതിനെ അനുകൂലിക്കാൻ എന്താ സംഖ്യകൾ തയ്യാറാവാഞ്ഞത്? കേരളത്തിലൊരു 10-40 ലക്ഷം സംഖ്യകൾ ഇവിടെ ഉണ്ടല്ലോ. 15% വോട്ട് ചെയ്യുന്ന ആൾക്കാരെ കണക്കൂട്ടിയാൽ ഈ 40 ലക്ഷം പേരുടെ ഒരു 25% ജനതയ്ക്ക് എന്നാൽ പിന്നെ കേരള സ്റ്റോറി അനുകൂലിച്ച് ഞങ്ങളങ്ങ് കയറിയേക്കാം എന്ന് പറഞ്ഞ് അവർ പോയി കാണാൻ പോയോ? പോയില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ മതേതരത്വമുണ്ട്. അതേസമയം തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വാര്യൻ കുന്നന്റെ വിഷയമോ, മാറാട് കലാപമോ, അതല്ലെങ്കിൽ നമ്മുടെ എമ്പുരാൻ സിനിമയിൽ കാണിച്ചേക്കുന്ന എന്താ, ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കൾ ആണ് കലാപകാരികളെന്നാണ് കാണിച്ചേക്കുന്നത്. അല്ലാതെ ട്രെയിനിലെ തീപിടുത്തത്തിന്റെ കാരണക്കാരാണെന്ന് കാണിച്ചിട്ടില്ല. ആ സിനിമ ഇവിടെ സൂപ്പർ ഹിറ്റായത് ആര് കാരണമാണ്? മറ്റുള്ളവർ കയറി പടം കാണുകയാണ്. അതേസമയം ഹിന്ദുവിനെതിരെ എഴുതിയൊരു പുസ്തകമുണ്ട്, മീശ എന്ന് പറഞ്ഞിട്ട്, ഹിന്ദു സ്ത്രീകളെ പറ്റി ആക്ഷേപിച്ചെഴുതിയൊരു പുസ്തകമാണ്. അതിവിടെ വലിയ സ്വീകാര്യത കിട്ടുന്നു, സംസ്ഥാന അവാർഡ് കിട്ടുന്നു. അപ്പം യഥാർത്ഥ മതേതരവാദികളെല്ലാം ഇപ്പുറത്ത് നിൽക്കേ കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് വർഗീയത കാണിക്കുന്നവർ അപ്പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇവിടെ മുനമ്പത്തെ ജനതയെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ഇല്ലാതാക്കി കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ജനതയ്ക്ക് നീതി കിട്ടും. ഇവിടുത്തെ ജനത അതിനായിട്ട് ഒരു മനസ്സോടുകൂടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുക, രാഷ്ട്രീയം മാറ്റിവെച്ച് നാടിനു വേണ്ടി ഒരുമിക്കുക. ഇതൊക്കെ മാത്രമേ തൽക്കാലം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. അവസാനമായിട്ട് ചേട്ടാ, ഈ നമ്മുടെ ഈ 2020യും BJPയും സഖ്യമായിട്ട് ഇപ്പോൾ കേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവുകയാണല്ലോ. ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുന്നേറ്റം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, കണ്ടതിനേക്കാൾ മനോഹരമാണ് കാണാൻ കിടക്കുന്നൊരു ചൊല്ലുണ്ട്. പലരും ചിന്തിച്ചതിനെക്കാട്ടിയും വലിയ അത്ഭുതം ഈ നാട്ടിൽ സംഭവിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇവിടെ BJP അല്ലെങ്കിൽ 2020 ഇവർ ഒരുമിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എത്രത്തോളം മികച്ചതാണെന്ന് കാണാൻ 2020യുടെ കാഴ്ചപ്പാടും രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും ജനം തിരിച്ചറിയണം. BJPയുടെ ലക്ഷ്യം വികസനമാണെന്നും ഈ നാടിന്റെ മുന്നേറ്റമാണെന്നും എന്താണോ BJP ഉദ്ദേശിക്കുന്നത്, BJP 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ഒപ്പം ചേർത്തത്. അല്ലാതെ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വികസനം മാത്രം പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടെ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരുടെ അതായത് BJPക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ആളെയാണോ നമ്മൾ കൂടെ കൂട്ടേണ്ടത്? അല്ല. അതേസമയം കോൺഗ്രസ് ആരെയോ, മതേതരത്വം പറയുന്ന കോൺഗ്രസ് ആരെയോ കൂടെ കൂട്ടുന്നത്? പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് അവർ കൂടെ കൂട്ടുന്നത്. വർഗീയത പറയുന്ന BJP കൂടെ കൂട്ടിയേക്കുന്നത്, വികസനം പറയുന്ന 2020 അതിന്റെ തലപ്പത്തിരിക്കുന്ന ക്രിസ്ത്യാനിയും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളും. അപ്പം BJPയുടെ കാഴ്ചപ്പാട് മതേതരത്വത്തിലൂടെ വികസനമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റവരതല്ല. അവർ കപട മതേതരത്വം പറയുകയും അവർ വർഗീയ കക്ഷികളെ ഒപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ മാറ്റം ഉണ്ടാവണമെന്ന് ജനം കൂടെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ വലിയ ചേഞ്ചസ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും. നാട് മുന്നോട്ട് പോകും. വളരെ നന്ദിയായിട്ട് ഒരു സമയത്ത് പ്രതീക്ഷിച്ചു. തീർച്ചയായും.